തെരഞ്ഞെടുപ്പിൽ മറ്റേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കഷ്ടിച്ച് ഇട്ട എല്ലാം എഴുതിയിട്ട് ഒരു 50 സീറ്റ് ഒപ്പിച്ച് അങ്ങനെ സ്വതന്ത്രന്മാരെ കൊട്ടുപിടിച്ചാണ് ഭരണം തൽക്കാലം എങ്ങനെ കയറിയിരിക്കണം. 50 സീറ്റ് പിടിക്കാൻ പറ്റ പാട് അവർക്ക് തന്നെ അറിയാം. കുറ്റം പറയല്ല. ഇപ്പോൾ വന്ന് കയറി 2 ദിവസത്തിനകം ഉടനെ വിവാദങ്ങളുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ജനങ്ങളുടെ അതൃപ്തി പിടിച്ചു പറ്റി. ഉടനെ അത് ആദ്യം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങൾ, നിസ്സാരം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ, അതൊന്നുമല്ല. ഇപ്പോൾ അവരായാലും നിയമപരമായിട്ട് പോകണമെങ്കിൽ തന്നെ നേരിട്ട് സംസാരിക്കുക, അതൊരു നിസ്സാര കാര്യമാക്കി മാറ്റി രാഷ്ട്രീയമാക്കി മാറ്റാതെ ആ സെക്രട്ടറിക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുത്ത് വേണ്ടി സംസാരിച്ച് തീർക്കാനുള്ള കാര്യം നിസ്സാരം അത് ഇത്രത്തോളം പ്രശ്നമാക്കി. അവരൊന്നും ആയിട്ടില്ല. അതുപോലെ ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യം ഒന്ന് കയറി വരുന്ന തമ്പ്രാൻ്റെ ഓരോ മെഴികളും കേട്ട് കഴിഞ്ഞു. ദൈവമേ, എന്തൊരു ഇവിടെ എല്ലാം ഇപ്പം അടിച്ച് മലത്തി കളയും. ഇനിയിപ്പോൾ അടുത്ത 5 കൊല്ലം നിങ്ങൾ ഭരിക്കണോ വേണ്ടയോ? നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ജയിച്ചു വന്ന കൗൺസിലർമാർ ഇപ്പോൾ 50 സീറ്റ് വന്നാൽ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു 75 സീറ്റ് മേടിക്കണം. അത് കണക്കാക്കില്ല. പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണം. ജനങ്ങളിൽ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർ പല ആൾക്കാരും തന്നെ ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ആരെ കാണണമെന്ന് അറിയാൻ പറ്റാത്ത ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്തി അവരോട് പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അത് പരിഹാരം ചെയ്യാനുള്ള മാർഗ്ഗം ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഓരോ വോട്ടേഴ്സിനെ കുറിച്ചും കണ്ട് കേട്ടു. ഇങ്ങനെ സാധാരണ എല്ലാ പാർട്ടിക്കാരുടെ മാത്രമല്ല, പൊതുവായി ഇനിയിപ്പോൾ പാർട്ടി ഇലക്ഷൻ്റെ സമയം വരെ പാർട്ടിയായി. ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ഭരണാധികാരിയാണ്. അത് കൗൺസിലറായാലും മേയറായാലും അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരും ചെന്ന് കണ്ട് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് 5 കൊല്ലം നല്ല രീതിയിൽ ഭരിച്ച് നിങ്ങളൊക്കെ ഒരു അഴിമതി പോലും ഉണ്ടാക്കാത്ത രീതിയിൽ. അഴിമതി പ്രശ്നം വരുവാണെങ്കിൽ ഉടനെ അന്വേഷണം നടത്തി ആരുടെ പേരിലായാലും ശരി ഉടനെ അവരുടെ നടപടിയെടുത്ത് ജനങ്ങളുടെ ക്ലീൻ ഇമേജ് നല്ലൊരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു കോർപ്പറേഷൻ 2 കോർപ്പറേഷനിൽ ഒരു അധികാരം വന്നു കഴിഞ്ഞാൽ സർക്കാരിനങ്ങ് എടുത്ത് മറിച്ചിട്ട് കളയാമെന്ന് വിചാരിച്ചു. വിവാദം ഉണ്ടാക്കി നിങ്ങൾ ഒറ്റപ്പെടുക, അവസാനം 2 വിഭാഗം ആൾക്കാർ ചേരിയായിട്ട് എന്തിനേ വെറുതെ രാഷ്ട്രീയ വിഭാഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിൻ്റെ ആവശ്യം? നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുക. അതല്ലേ ആവശ്യം. ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ആവശ്യമില്ല. ഇതൊക്കെ ചർച്ച ചെയ്ത് അങ്ങോട്ടും പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. നിസ്സാര കാര്യത്തിന് രാഷ്ട്രീയവും പ്രശ്നമുണ്ടാക്കി ജനങ്ങളെ പ്രശ്നമുണ്ടാക്കി എന്തോന്ന് കാര്യം? ബസ്സിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു പ്രശ്നമാണ് അത്. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ കൂടി അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇതിലൊന്നും നമ്മളെ വികസന പ്രവർത്തനത്തിനും കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിനൊന്നും കാര്യമില്ല. ഉടനെ രാഷ്ട്രീയം 2 ചേരിയായിട്ട് നിന്നും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത ജനങ്ങൾക്ക് തന്നെ അതൊരു ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നും. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നില്ല. ഒരു BJPയിലെങ്കിലും BJPക്ക് അനുകൂലമായിട്ട് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിരിക്കും. കോൺഗ്രസ്സുകാരെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ആർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും അറിയാത്ത രീതിയിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് ഒരു വോട്ട് ചെയ്തതിനെ കുറിച്ച് ആശയപരമായിട്ട് അവൻ ഭയങ്കര പ്രശ്നമായിട്ട് മാറുകയല്ല. നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നെങ്കിൽ ഇനി 5 കൊല്ലം കിടക്കുകയല്ലേ, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കുക. അതല്ല അതിൻ്റെ ആവശ്യം. നിങ്ങൾ ഭരണത്തെ വിലയിരുത്തി വേണം അടുത്ത് നിങ്ങളുടെ ഭരണം വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അതല്ല അതിൻ്റെ രീതി. അതുകൊണ്ട് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.